നമ്മളിന്ന് പെൻസിൽവാനിയ സ്റ്റേറ്റിലെ ഫിലഡൽഫിയ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മളവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, എങ്കിലും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു അടിപൊളി പ്ലേസിലേക്കാണ് നമ്മളിന്ന് പോണത്. പിന്നെ നമുക്ക് പതുക്കെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ അങ്ങോട്ട് പോവാം. എന്ത് കാഴ്ചയാണ് എന്തൊക്കെയെന്നുള്ളത് നമുക്കിനി അവിടെ ചെന്നിട്ട് അറിയാമല്ലേ. വെറുതെ മുമ്പേ തന്നെ പറയണേന്തിനാ. നമ്മളൊരു ഉച്ച കഴിഞ്ഞപ്പോഴാണ്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫിലഡൽഫിയയിൽ നമ്മൾ ഒരുപാട് തവണ പോയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ന്യൂജേഴ്സിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റേറ്റിലാണ് ഫിലഡൽഫിയ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മൾ പോകുമ്പോൾ സിഗ്നലിൽ കണ്ടൊരു ബൈക്കാണ് കേട്ടോ ഈ കാണുന്നത്. എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട്. അതിൻ്റെ ടയറിൻ്റെ വലിപ്പം കണ്ടില്ലേ. ഇതൊരു ലേഡിയാണ് കേട്ടോ ഓടിക്കണത്. നമ്മുടെ യാത്രയിൽ ഇത്തരം ബൈക്കുകളും കാറുകളും ഒക്കെ കാണാറുണ്ട്. ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ വീഡിയോ എടുത്ത് പല വീഡിയോകളിലും കാണിച്ചിട്ടുമുണ്ട്. എന്തായാലും ഇതിങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോഴേ അതിശയം തോന്നിയിട്ടുണ്ട്. നമ്മൾ ഗെയിംസൊക്കെ കളിക്കുമ്പോഴാണല്ലേ ഇത്തരം ബൈക്കുകളൊക്കെ കാണാറ്. നേരിട്ട് കാണുമ്പോഴത്തേനും ഭയങ്കര ഒരു അത്ഭുതമൊക്കെ തോന്നും. എന്തായാലും ഈ ഒരു സമ്മറിലേക്ക് കടക്കുമ്പോഴാണ് കേട്ടോ ഇത്തരം വണ്ടികളൊക്കെ കാണുക. മഞ്ഞും തണുപ്പൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കാർ തന്നെയാണല്ലോ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഫിലഡൽഫിയയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം തന്നെ ചെയ്യണത് ഏതെങ്കിലും ഒരു കേരള സൂപ്പർ മാർക്കറ്റിൽ കയറി എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ കാശ്മീർ ഗാർഡനും പിന്നെ അതുപോലെ തന്നെ കുട്ടനാട് ഇവിടെ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളുണ്ട്. അപ്പം നമ്മൾ ഇന്നിപ്പോൾ വന്നേക്കുന്നത് കാശ്മീരാണ്. അപ്പോൾ ഇവിടെ എന്താണ് സ്പെഷ്യലായിട്ട് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കുറച്ച് വെറൈറ്റീസൊക്കെ ഇത്തരം കേരള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കയറിയതാണ്. ഇത് ഉണക്കമീൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇതിപ്പോൾ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും കിട്ടാറുണ്ട്, പക്ഷേ ഇവിടെ അങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ. എല്ലാം അങ്ങനെ ഓടിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഒന്നാമത്തേൽ സമയമൊന്നുമില്ല, ആകെ ഒരു തിക്കും തിരക്കുമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കുറേ ഉണക്കച്ചെമ്മീൻ ഇങ്ങനെ പൊടിച്ചത്, ചമ്മന്തി, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒക്കെ സാധാരണ പോലെ പച്ചക്കറികളൊക്കെയാണ്. പിന്നെ ആകെ ഒരു വെറൈറ്റി തോന്നിയത് കുറച്ച് സാമ്പാർ കഷ്ണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായി. തോരനുള്ളതൊക്കെ ഇങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ മറ്റേ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഫ്രോസനൊക്കെ കിട്ടും കേട്ടോ. അല്ലാതെ കട്ട് ചെയ്ത് ഇങ്ങനെ പീസാക്കി വെക്കണത് അധികം അങ്ങനെ കണ്ടിട്ടില്ല. ഇത് ഫുള്ള് ഫ്രോസൺ ഐറ്റംസുകളാണ് കേട്ടോ. കപ്പ, അതുപോലെ തന്നെ നമ്മുടെ കേരളീയ പലഹാരങ്ങൾ എല്ലാം കിട്ടും കേട്ടോ ഇവിടെ ഫ്രോസനായിട്ട്. എന്താ പറയുക, എന്താ കിട്ടില്ലാത്തതെന്നാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക. എല്ലാ സാധനങ്ങളും കിട്ടാത്തതായിട്ട് ഒന്നുമില്ല, എല്ലാം കിട്ടും. കറികളും പലഹാരങ്ങളും അങ്ങനെ എന്ന് വേണ്ട എല്ലാ ഐറ്റംസുകളും വേണ്ടില്ല. ഇതൊക്കെ ചക്കയാണ് കേട്ടോ ഇരിക്കണത്. പച്ചയും പഴുപ്പും ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഒരുപാടൊന്നും നമ്മളങ്ങനെ തിരയാനും നിന്നില്ല. ഇതിൽ നിന്ന് 1-2 ഐറ്റംസുകളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അലുവ, ലഡു, ജിലേബി, ഇതൊക്കെ ഫ്രോസനാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കേടുകൂടാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് അത്ര കൊതിയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ റേറ്റും ഭയങ്കര കൂടുതലൊക്കെ തന്നെയായിരിക്കും. ഈ പരിപ്പോടയുടെയും വടയുടെയും ഒക്കെ കളക്ഷൻസ് എന്തോരമാണെന്ന് പറഞ്ഞാൽ ഇത് മറ്റേ സിപ്പപ്പാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ചന്ദനത്തിരിയുടെ കളക്ഷൻസാണ്. പിന്നെ ഇവിടെ ചായയും വടയും കിട്ടും കേട്ടോ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫിലഡൽഫിയയിൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള റെസ്റ്റോറൻറ്റിൽ കയറുക എന്നുള്ളതാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ ഒരുപാട് കേരള റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ നമ്മളിതേ ഫസ്റ്റ് ഒരെണ്ണത്തിൽ വന്നേക്കാണ്. കയറി വാട മക്കളേന്ന് എഴുതി വെച്ചേനാണ്ടാ. ഗെയ്സ്, നമ്മൾ പ്രതീക്ഷയോടുകൂടി വന്ന റെസ്റ്റോറൻറ്റ് ഇന്ന് ക്ലോസ്ഡ് ആണ്. നമ്മൾ പിന്നെ അടുത്ത റെസ്റ്റോറൻറ്റ് തപ്പി ഇറങ്ങണേ. നമ്മളിപ്പോൾ അതേ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കണേണ്ടാ. മല്ലു കഫേ എന്നാണ് പേര്. ഇതും ഒരു കേരള റെസ്റ്റോറൻറ്റ് തന്നെയാണ്. ഇതിനോട് ചേർന്ന് തന്നെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെയും വളരെ പ്രതീക്ഷയോടുകൂടി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയണത് ഇവിടെ കാറ്ററിങ്, അതായത് പാർസൽ മാത്രമേ ഉള്ളൂ, ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലയെന്ന്. പിന്നെ നമ്മൾ അവിടെ നിന്നും അങ്ങനെ നിരാശയോടുകൂടി മടങ്ങിയിട്ട് ഇവിടെ ഇഷ്ടമാതിരി ഉണ്ട്. ഇവിടെ എല്ലാം കാറ്ററിംഗ് ആണ് കേട്ടോ കൂടുതലും. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെ നമ്മൾ കേരള തപ്പി അങ്ങനെ നടന്നില്ല, കിട്ടണത് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തപ്പിയപ്പോഴാണ് നമ്മൾ എപ്പോഴും നോക്കണ പോലെ തന്നെ എബർ റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മളങ്ങനെ കുഴിമന്തി കഴിക്കാമെന്ന് വിചാരിച്ച്. അത് നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോൾ അതേ നമ്മൾ ഇവിടെ തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കേണ്ടോ.
ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം കഴിഞ്ഞുകൊണ്ട് അധികം ആളുകളെയൊന്നും കണ്ടില്ല. പക്ഷേങ്കിൽ വലിയ റെസ്റ്റോറൻ്റാണ് കേട്ടോ. യമനായതുകൊണ്ട് അറിയാലോ, വന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് അവരുടെ സ്പെഷ്യൽ ടീ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചു. അതിന് ശേഷം നമ്മൾ പതിപോലെ തന്നെ കുഴിമന്തിയും ഷവർമയൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ്. അപ്പോൾ ഡിന്നറിൻ്റെ ടൈം ആയതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഫുഡും കൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഫിലഡൽഫിയ ആകുമ്പോൾ കേരള ഫുഡുകൾ കഴിക്കാനുള്ള ഒരു കൊതി കൊണ്ടാണ് നമ്മൾ കൂടുതൽ ഇതിനെ ഇറങ്ങി തിരിച്ചത്. പക്ഷേ കേരള റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം നമ്മൾ പിന്നെ കിട്ടണത് കഴിച്ചെന്നും മാത്രം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഏകദേശം ഇപ്പോൾ അതേ രാത്രി ആയിട്ടുണ്ട്. രാത്രി എന്ന് പറയാൻ പറ്റില്ല, ഒരു 7 മണി 7:30 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ എത്തേണ്ട സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഈവനിങ്ങിലൊക്കെ പോകേണ്ട സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പതുക്കെ എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചത്. ഇതൊരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൽ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ അതിൻ്റെ കളറ് കണ്ടില്ലേ, ബ്ലൂ കളറിലെ ലൈറ്റ് ഇട്ട് ഇവിടെ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നമ്മളങ്ങനെ ഫിലഡൽഫിയയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടിലേക്ക് തന്നെയാണ് കേട്ടോ വന്നേക്കണത്. ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്തു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തേക്കണതിൻ്റെ ആ ഒരു സൈഡ് കണ്ടില്ല, ഇതൊരു റിവറാണ് കേട്ടോ. ആ റിവറിൽ ഫുള്ള് ഇങ്ങനെ ഓരോരോ ബോട്ടും കപ്പലും ബിൽഡിങ്ങുകളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു ചെറിയൊരു വാക്ക് വേ പോലെയാണ് ഈ ഒരു റിവറിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ ഈവനിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മൾ ആ സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് വരണം. ആ ടൈമിൽ വരികയാണെങ്കിൽ അതൊക്കെ കാണാം. പിന്നെ നമുക്ക് അതോടുകൂടി പിന്നെ നൈറ്റ് ഫുള്ള് വൈബായിരിക്കും ഇവിടെ കാണാനായിട്ട്. അപ്പോൾ ഈ കാണുന്ന കണ്ടില്ലേ, ഈ ഒരു കുഞ്ഞ് ഒരു കപ്പൽ പോലത്തെ ഒരു സംഗതി, ഇതൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇത് പണ്ട് കപ്പലായിരുന്നു തോന്നണം, പിന്നീട് ഇതൊരു റെസ്റ്റോറൻ്റ് ആക്കി മാറ്റിയേക്കണാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ മെനു കാർഡാണ് ഇവിടെ ഈ ബോർഡിൽ ഇങ്ങനെ വെച്ചേക്കണില്ല. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ അതിൽ നോക്കിയാൽ മതി എന്ന് വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഓടി കയറി അതിൻ്റെ അകത്തേക്കൊന്നും കയറാനൊന്നും പറ്റൂല. അവിടെ സെക്യൂരിറ്റി ഒക്കെ നിൽപ്പുണ്ട്. സാധാരണ റെസ്റ്റോറൻറ്റ് പോലെ അല്ലാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ നേരത്തെ കുട്ടിയൊക്കെ ബുക്ക് ചെയ്ത് എന്തൊക്കെയോ കുറേ പ്രൊസീജിയറൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കപ്പലിൻ്റെ അവിടെ ജനൽ പോലെ കണ്ടില്ലേ, അവിടെ ഇന്ന് നമുക്ക് കാണാം ആളുകളെയൊക്കെ. അടിപൊളി വൈബാട്ടോ. പാട്ട്, ഡാൻസ്, രക്ഷയില്ല. മുൻകൂട്ടി ബുക്ക് ചെയ്യണം, നല്ല പൈസയും കൊടുക്കണം അതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് ഒരാൾക്ക് $60 എന്നുള്ള രീതിയിലാണ് കേട്ടോ അവിടെ പുറത്ത് എഴുതി വെച്ചേക്കണം. ഏകദേശം ഇന്ത്യൻ റുപ്പി ഒരു 5000 രൂപയോട് അടുത്ത് വരും ഒരാൾക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരു എന്താ പറയുക, ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അതിൻ്റെ അകത്ത്. നല്ല തിരക്കാണ്. പിന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യണതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ആളുകൾക്കൊന്നും അതിൻ്റെ അകത്തേക്ക് കയറാനും പറ്റില്ലല്ലോ. ഇതൊക്കെ അമേരിക്കയിലെ വാറ് സമയത്ത് ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ കപ്പലുകളാണ്. അതൊക്കെ ഇപ്പോൾ അവരത് മ്യൂസിയം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെ പല രൂപത്തിൽ അവരവിടെ ഇങ്ങനെ പല കപ്പലുകളാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ് അതൊക്കെ കാണാനായിട്ട്. ഇങ്ങനെ ഈ ഒരു കപ്പൽ ഇതേപോലെ റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ ആക്കി വെച്ചേക്കണത് കാണുമ്പോൾ ഒരു വെറൈറ്റി തോന്നിയിട്ടുണ്ടായിരുന്നു. അതും ശരിക്കും ഒറിജിനൽ കപ്പൽ, അല്ലാതെ ഉണ്ടാക്കിയെടുത്തേക്കണമൊന്നും അല്ല കേട്ടോ. പണ്ടത്തെ കപ്പൽ അവർ റിനോവേറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കണാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഫുള്ളും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ കാണാൻ കഴിയുക. അതിൻ്റെ ഇടയിൽ ഫ്ലോട്ടിംഗ് ഗാർഡൻസും ഉണ്ട്. എന്തായാലും അടിപൊളിയാണ് കാണാൻ. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ നല്ല രസമുണ്ടായി. ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വേറൊരു വൈബായിരിക്കും. പിന്നെ ഇപ്പോൾ എന്തോ സമ്മറിലേക്ക് അങ്ങനെ കടന്നിട്ടല്ലേ ഉള്ളൂ, തണുപ്പും കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഇത്തിരി തിരക്കുറവൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഫുള്ള് ഓപ്പൺ ആണ് കേട്ടോ. പിന്നെ അപ്പുറത്തായിട്ട് ഇവിടെ ഒരു ഈവൻ്റൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് പാട്ടൊക്കെ കേൾക്കാം, നല്ല രസമായിരുന്നു, ലൈവ് മ്യൂസിക്. ഞാൻ പിന്നെ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ് പിന്നെ അതൊക്കെ നേരിട്ട് അത് കേൾപ്പിക്കാത്തത്. അവിടെ അപ്പുറത്ത് നല്ല വൈബ് ആയിട്ടുള്ള പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കണം. അതാണ് ഈ ഒരു ഭാഗത്ത് അധികം തിരക്കും കാര്യങ്ങളൊന്നും കാണാതിരുന്നത്. നമ്മളങ്ങനെ ഇവിടെയൊക്കെ കുറേ നേരമൊക്കെ നടന്നു. ഇതിൻ്റെ മുകളിലൊക്കെ ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയൊരു ലെമണേഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് കിടന്നത്. അപ്പോൾ ആ ലെമണേഡൊക്കെ വാങ്ങി വേണമെങ്കിൽ ആ മുകളിലൊക്കെ പോയിരുന്ന് കഴിക്കായിരുന്നു. പക്ഷേ തണുപ്പ് ഇങ്ങനെ വരുന്നത് പിന്നെ കൂടുതൽ നേരം ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാനുള്ള ഒരു ഇതില്ല. ഇങ്ങനെ മൂവ് ചെയ്ത് പോകാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ ലെമണേഡൊക്കെ അങ്ങനെ കുടിച്ച്. ഐസും കട്ട
ഇവിടെ ഒരുപാട് സൂവനീർ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഓൾറെഡി ഫിലഡൽഫിയയുടെ സൂവനീർ ഉള്ളതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. എന്തായാലും ജസ്റ്റ് ആ ഷോപ്പിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ഈ മറ്റേ ക്രാഫ്റ്റ് ഐറ്റംസുകൾ, ഡ്രസ്സുകൾ, പിന്നെ അങ്ങനത്തെ അല്ലറ ഇല്ലറ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലെ പോലെ തന്നെ അവിടെ നല്ല റേറ്റൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇതൊരു പാർക്കാണ് കേട്ടോ. ആ ഒരു റിവർ സൈഡ് വാക്കിങ്ങിനോട് സൈഡിൽ തന്നെ ആയിട്ടാണ് ഈ ഒരു പാർക്ക് വരുന്നത്. ഇവിടെ കുറേ കുട്ടികൾക്ക് ഇങ്ങനെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണതിൻ്റെ ഇടയിലാണ് കേട്ടോ ഇതേ 2 കുട്ടികൾ എന്നിട്ട് ഇങ്ങനെ തല്ല് പിടിക്കുന്നുണ്ടായിരുന്നു. യാദൃശികമായിട്ട് വീഡിയോയിൽ കിട്ടിയതാണ് കേട്ടോ ആ ഒരു സീൻ. അങ്ങനെ അതൊക്കെ കണ്ടു. പിന്നെ അതേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള കളിക്കണത് ഈ ജങ്ക പോലത്തെയൊക്കെ ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഊഞ്ഞാല പോലെയില്ല ഇങ്ങനെ കിടന്ന് ആടണത്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കൊക്കെ കിടന്ന് ആടാം. ഒരുപാട് ആൾക്കാർ അവിടേക്ക് നിന്ന് ഇങ്ങനെ ആടണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാത്തും അതിൽ കയറി ഇങ്ങനെ ആടണൊക്കെ ഉണ്ടായി. പിന്നെ ഒരുപാട് ലേറ്റായിട്ടാണ് സമയം കഴിയുന്നവർ. ഇവിടെ ഫുള്ള് രാത്രി വൈബാണ്. ഇപ്പോഴൊന്നും തീരെയൊന്നുമില്ല, സമയം പോണതേ അറിയില്ല എന്തായാലും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ. ഞങ്ങളിപ്പോൾ ദേ ഇവിടെ ഒരു ഈവൻറ്റ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറിയായിരുന്നു. പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കായിരുന്നു, വീഡിയോ എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഒരു ക്രൂയിസ് വരുന്നുണ്ടായിരുന്നു. ഒരു ടൂറിസ്റ്റുകളാണ് തോന്നണം അതിൻ്റെ ഉള്ളിൽ. ഫുള്ളും പാട്ടും ഡാൻസും ഫുള്ള് വൈബായിരുന്നു. അപ്പോൾ അതിങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അടുപ്പിക്കണ ഒരു സീനിലാണ് കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നു. എന്തോരം ആളുകളായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഇതൊക്കെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണമെന്ന് തോന്നണം അതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബോട്ടുകളും കപ്പലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഈ റിവറിൻ്റെ സൈഡായത് കൊണ്ടിട്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബ്രിഡ്ജില്ലേ, ആ ഒരു ബ്ലൂ കളറിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട്, അതൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. ഞാൻ പിന്നെ മൊത്തത്തിൽ വീഡിയോ എടുത്തില്ല. നമ്മൾ ആ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്ന ഒരു തിരക്കിലായിരുന്നു. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫിലഡൽഫിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ അത്. നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്ന് ഒന്ന് ചില്ലായിട്ട് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എന്താ പറയുക റിവർ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അമേരിക്കയിലെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.